KSRTCയും ഗതാഗത വകുപ്പും ഭരിക്കുന്ന മന്ത്രിക്ക് അത്യാവശ്യം ഹെവി ലൈസൻസെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്ത മന്ത്രി ഗതാഗത വകുപ്പ് ഭരിച്ചതുകൊണ്ടാണ് ഇലക്ട്രിക് ബസ് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന കാര്യത്തിൽ തർക്കം നടന്നത്. വൈദ്യുതി ബസ് പദ്ധതിക്ക് വേഗത കുറയ്ക്കാനുള്ള പുതിയ മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനം വീറ്റോ ചെയ്യപ്പെട്ടതിലും മന്ത്രി അത്ര സന്തുഷ്ടനല്ല. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. നമുക്കിത് നിലനിൽക്കണ്ടേ, എന്ന് ഓടണ്ടേ, അതാലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ആൾ കയറാൻ വേണ്ടി ഒരു ഈ ചെയ്തതാണെന്നാണ് MD പറയുന്നത്. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന കണ്ടക്ടറാണ്. KSRTC ബസ്സില് കണ്ടക്ടറൊക്കെ വലിപ്പം ഡ്രൈവർക്കാണ്. ആശ്വാസകരമായ ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കുന്നു. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. തിരുവനന്തപുരം നഗരത്തിലോടുന്ന വൈദ്യുതി ബസ് നഷ്ടത്തിലാണെന്ന് പുതിയ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ ലാഭക്കണക്ക് പുറത്തുവിട്ടതിൽ ദുരൂഹതയുണ്ട്. തന്നെ ഉപദ്രവിക്കരുത്, തന്നിൽ ഔഷധ ഗുണമില്ല. മന്ത്രി അതീവ ദുഃഖിതനാണ്. കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിടും. ഒരാളെ തൂക്കിക്കൊല്ലാൻ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ 5 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ ഉദ്യോഗസ്ഥന്മാരറിയും. ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സൗകര്യമായിട്ട് നമ്മൾ നല്ല ബസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇലക്ട്രിക് ബസ് ഓട്ടോറിക്ഷയെക്കാളും കാറിനേക്കാളും പ്ലെയിനിനേക്കാളും സുഖമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബസ് യാത്രയാണ് ഏറ്റവും സൗകര്യം തിരുവനന്തപുരം നഗരത്തിൽ. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സൗകര്യമായിട്ട് നമ്മൾ നല്ല ബസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇലക്ട്രിക് ബസ്. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്കാർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയും, പറയുന്നത് സത്യം പറയുള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മാവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.